2 രാജാക്കന്മാർ അധ്യായം 25. സെദേക്കിയായുടെ 9-ാം ഭരണവർഷം 10-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ സകല സൈന്യങ്ങളോടും കൂടെ വന്ന് ജെറുസലേമിനെ ആക്രമിച്ച് ചുറ്റും ഉപരോധമേർപ്പെടുത്തി. സെദേക്കിയായുടെ 11-ാം ഭരണവർഷം വരെ നഗരം ഉപരോധിക്കപ്പെട്ടു കിടന്നു. 4-ാം മാസം 9-ാം ദിവസം നഗരത്തിൽ ക്ഷാമം വളരെ രൂക്ഷമായി. ജനത്തിന് ഭക്ഷിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. കൽദായർ നഗരം വളഞ്ഞിരുന്നെങ്കിലും കോട്ടയിൽ പിളർപ്പുണ്ടാക്കി രാജാവും പടയാളികളും രാജകീയ ഉദ്യാനത്തിനടുത്തുള്ള 2 ചുമരുകൾക്കിടയിലുള്ള വാതിലിലൂടെ രാത്രി പലായനം ചെയ്തു. അരാബായെ ലക്ഷ്യമാക്കിയാണ് അവർ പോയത്. എന്നാൽ കൽദായ സൈന്യം രാജാവിനെ അനുധാവനം ചെയ്ത് ജെറീക്കോ സമതലത്തിൽ വെച്ച് മറികടന്നു. അപ്പോൾ അവൻ്റെ പടയാളികൾ ചിതറിപ്പോയി. കൽദായർ രാജാവിനെ പിടിച്ച് റിബ്ലായിൽ ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ സെദേക്കിയായുടെ മേൽ വിധി പ്രസ്താവിച്ചു. പുത്രന്മാരെ അവൻ്റെ കൺമുമ്പിൽ വെച്ച് നിഗ്രഹിച്ചു. അവനെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തതിന് ശേഷം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെ 19-ാം ഭരണവർഷം 5-ാം മാസം 7-ാം ദിവസം അവൻ്റെ അംഗരക്ഷകന്മാരുടെ നായകനായ ദാസൻ നബുസരദാൻ ജെറുസലമിൽ വന്നു. അവിടെ കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും ജെറുസലമിലെ വീടുകളും അഗ്നിക്കിരയാക്കി. മാളികകൾ കത്തിച്ചാമ്പലായി. അവനോടുകൂടെ ഉണ്ടായിരുന്ന കൽദായ സൈന്യം ജെറുസലമിന് ചുറ്റുമുള്ള കോട്ട തകർത്തു. നഗരത്തിൽ അവശേഷിച്ചിരുന്ന ജനത്തെയും ബാബിലോൺ രാജാവിനോട് കൂറ് പ്രഖ്യാപിച്ചവരെയും അവശേഷിച്ചിരുന്ന കരകൗശലക്കാരെയും നബൂസരദാൻ തന്നോടുകൂടെ കൊണ്ടുപോയി. അതിദരിദ്രരായ ചിലരെ ഒഴിവുകാരായും മുന്തിരിത്തോട്ടപ്പണിക്കാരായും അവിടെ തന്നെ നിയോഗിച്ചു. ദേവാലയത്തിലെ ഓട്ടുസ്തംഭങ്ങളും പീഠങ്ങളും ജലസംഭരണിയും കൽദായർ കഷണങ്ങളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കലശങ്ങൾ, കോരികകൾ, തിരിക്കത്രികകൾ, ധൂപത്തളികകൾ, ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഓട്ടുപാത്രങ്ങൾ, നെരിപ്പോടുകൾ, കോപ്പകൾ എന്നിവയെല്ലാം അവൻ കൊണ്ടുപോയി. സ്വർണമോ വെള്ളിയോ ആയി ഉണ്ടായിരുന്നതെല്ലാം അവൻ കൊണ്ടുപോയി. കർത്താവിൻ്റെ ആലയത്തിൽ സോളമൻ നിർമ്മിച്ച 2 സ്തംഭങ്ങൾ, ജലസംഭരണി, പീഠങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിച്ച ഓടിൻ്റെ തൂക്കം നിർണയാതീതമായിരുന്നു. ഒരു സ്തംഭത്തിൻ്റെ ഉയരം 18 മുഴം. അതിന് 3 മുഴം ഉയരത്തിൽ ഓടുകൊണ്ട് നിർമ്മിച്ച മകുടമുണ്ടായിരുന്നു. അതിന് ചുറ്റും വലപ്പണിയും മാതളനാരങ്ങകളും ഓടുകൊണ്ട് തീർത്തിരുന്നു. വലപ്പണി ചെയ്ത മറ്റേ സ്തംഭവും അതുപോലെ തന്നെ ആയിരുന്നു. കാവൽ പടനായകൻ മുഖ്യപുരോഹിതനായ സറായിയെയും സഹപുരോഹിതനായ സഫാനിയെയും വാതിൽ സൂക്ഷിപ്പുകാർ 3 പേരെയും നഗരത്തിലെ ഒരു സേനാപതിയെയും രാജസഭാംഗങ്ങളിൽ 5 പേരെയും സൈന്യാധിപന്റെ കാര്യസ്ഥനെയും ഇവനാണ് ജനത്തെ വിളിച്ചുകൂട്ടിയിരുന്നത്. നഗരത്തിൽ നിന്ന് വേറെ 60 പേരെയും റിബ്ലായിൽ ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. രാജാവ് അവരെ ഹമാത്തിലെ റിബ്ലായിൽ വെച്ച് വധിച്ചു. അങ്ങനെ യൂദ നാടുകടത്തപ്പെട്ടു. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യൂദായിൽ നിർത്തിയിരുന്ന ജനത്തെ ഭരിക്കാൻ ഷാഫാന്റെ പൗത്രനും അഹിക്കാമിൻ്റെ പുത്രനുമായ ഗദാലിയായെ ദേശാധിപതിയായി നിയമിച്ചു. ബാബിലോൺ രാജാവ് ഗദാലിയായെ ദേശാധിപതിയാക്കിയെന്നറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന സേനാപതികൾ സൈന്യസമേതം മിസ്പായിൽ ഗദാലിയായുടെ അടുത്ത് ചെന്നു. അവർ നത്താനിയായുടെ മകൻ ഇസ്മായേൽ, കരേയായുടെ മകൻ യോഹന്നാൻ, നെത്തോഫാത്യനായ തൻഹുമേത്തിൻ്റെ മകൻ സെറായിയ, മക്കാക്യൻ്റെ മകൻ യാസനിയ എന്നിവരായിരുന്നു. ഗദാലിയ അവരോടും സൈന്യത്തോടും സത്യം ചെയ്തു പറഞ്ഞു, കൽദായ അധികാരികളെ ഭയപ്പെടേണ്ട, നാട്ടിൽ താമസിക്കുവിൻ,
ബാബിലോൺ രാജാവിനെ സേവിച്ച് നാട്ടിൽ താമസിച്ചുള്ളവൻ എല്ലാം ശുഭമാകും. എന്നാൽ 7-ാം മാസം രാജകുടുംബാംഗമായ എലീഷാമായുടെ പൗത്രനും നെത്താനിയായുടെ പുത്രനുമായ ഇസ്മായേൽ 10 പേരോടൊപ്പം മിസ്പായിൽ ചെന്ന് ഗദാലിയായെയും കൂടെയുണ്ടായിരുന്ന കൽദായരെയും ആക്രമിച്ച് വധിച്ചു. കൽദായരെ ഭയപ്പെട്ട് കുലീനരും താഴ്ന്നവരുമായ ജനമെല്ലാം സേനാപതികളോടൊപ്പം ഈജിപ്തിലേക്ക് തിരിച്ചു. യൂദാ രാജാവായ യഹോയാക്കിൻ്റെ വിപ്രവാസത്തിൻ്റെ 37-ാം വർഷം എവിൽ മെരോദാക്ക് ബാബിലോൺ രാജാവായി ഭരണമേൽക്കുകയും ആ വർഷം 12-ാം മാസം 27-ാം ദിവസം യഹോയാക്കിനെ സൗമനസ്യത്തോടെ മോചിപ്പിക്കുകയും ചെയ്തു. രാജാവ് അവനോട് കാരുണ്യപൂർവ്വം സംസാരിക്കുകയും ബാബിലോണിൽ അവനോടുകൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം അവന് നൽകുകയും ചെയ്തു. അങ്ങനെ യഹോയാക്കിൻ കാരാഗ്രഹ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു. ജീവിതകാലം മുഴുവൻ പതിവായി രാജാവിനോടൊത്ത് ഭക്ഷണം കഴിച്ചു. രാജാവ് അവന് മരണം വരെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പണവും നൽകിപ്പോന്നു. Chapter 25. In the 10th month of the 9th year of Zedekiah's reign, on the 10th day of the month, Nebuchadnezzar king of Babylon and his whole army advanced against Jerusalem, and camped around it, and built siege walls on every side. The siege of the city continued until the 11th year of Zedekiah. On the 9th day of the 4th month, when famine had gripped the city, and the people had no more bread, the city walls were breached. Then the king and all the soldiers left the city by night through the gate between the 2 walls, which was near the king's garden. Since the Chaldeans had the city surrounded, they went in the direction of the Arabah. But the Chaldean army pursued the king and overtook him in the desert near Jericho, abandoned by his whole army. The king was therefore arrested and brought to Riblah to the king of Babylon, who pronounced sentence on him. He had Zedekiah's son slain before his eyes. Then he blinded Zedekiah, bound him with fetters, and had him brought to Babylon. On the 7th day of the 5th month, this was in the 19th year of Nebuchadnezzar king of Babylon, Nebuzaradan, captain of the bodyguard, came to Jerusalem as the representative of the king of Babylon. He burned the house of the Lord, the palace of the king, and all the houses of Jerusalem. Every large building was destroyed by fire. Then the Chaldean troops, who were with the captain of the guard, tore down the walls that surrounded Jerusalem. Then Nebuzaradan, captain of the guard, led into exile the last of the people remaining in the city, and those who had deserted to the king of Babylon, and the last of the artisans. But some of the country's poor Nebuzaradan, captain of the guard, left behind as vine-dressers and farmers. The bronze pillars that belonged to the house of the Lord, and the wheeled carts and the bronze sea in the house of the Lord, the Chaldeans broke into pieces. They carried away the bronze to Babylon. They took also the pots, the shovels, the snuffers, the bowls, the pans, and all the bronze vessels used for service. The fire holders and the bowls, which were of gold or silver, the captain of the guard also carried off. The weight in bronze of the 2 pillars, the bronze sea and the wheeled carts, all of them furnishings which Solomon had made for the house of the Lord, was never calculated. Each of the pillars was 18 cubits high. A bronze capital 5 cubits high surmounted each pillar, and a network with pomegranates encircled the capital, all of bronze. And so for the other pillar, as regards the network. The captain of the guard also took Seraiah the high priest, Zephaniah the second priest, and the 3 keepers of the entry. And from the city he took 1 courtier, the commander of soldiers, 5 men in the personal service of the king who were still in the city, the scribe of the army commander, who mustered the people of the land, and 60 of the common people still remaining in the city. The captain of the guard, Nebuzaradan, arrested these and brought them to the king of Babylon at Riblah. The king had them struck down and put to death in Riblah, in the land of Hamath. Thus was Judah exiled from her land. As for the people whom he had allowed to remain in the land of Judah, Nebuchadnezzar king of Babylon appointed as their governor Gedaliah son of Ahikam, son of Shaphan. Hearing that the king of Babylon had appointed Gedaliah governor, all the army commanders with their men came to him at Mizpah.
Ishmael son of Nethaniah, Johanan son of Kareah, Seraiah son of Tanhumeth the Netophathite, and Jaazaniah from Beth-Maachah. Gedaliah gave the commanders and their men his oath. "Do not be afraid of the Chaldean officials," he said to them. "Remain in the country and serve the king of Babylon, and all will be well with you." But in the 7th month Ishmael son of Nethaniah son of Elishama of royal descent came with 10 men, attacked Gedaliah, and killed him, along with the Jews and Chaldeans who were in Mizpah with him. Then all the people, great and small, left with the army commanders, and went to Egypt for fear of the Chaldeans. In the 37th year of the exile of Jehoiakim king of Judah, on the 27th day of the 12th month, Evil-Merodach king of Babylon, in the inaugural year of his own reign, raised up Jehoiakim king of Judah from prison. He spoke kindly to him and gave him a throne higher than that of the other kings who were with him in Babylon. Jehoiakim took off his prison garb and ate at the king's table as long as he lived. The allowance granted him by the king was a perpetual allowance in fixed daily amounts for as long as he lived.